ആദ്യമായി നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഡ്രീം എന്താണെന്ന് സ്വയം ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. പിന്നീട് അത് ഒരു ബുക്കിൽ കൃത്യമായി വ്യക്തമായി എഴുതിയിടുക. മൂന്നാമതായി, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ ബുക്ക് എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ എഴുതിയിട്ട നിങ്ങളുടെ ലക്ഷ്യം പല ആവർത്തി വായിച്ചു നോക്കണം. അടുത്തതായിട്ട് ബ്രീത്തിങ് എക്സർസൈസ്. നിങ്ങളൊരു ദീർഘമായ ശ്വാസം വളരെ സാവധാനം ക്രമമായി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം കൃത്യമായ ഒരു രീതിയിൽ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്താൽ ഒരു നിമിഷം ആ ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യണം. ആ ശ്വാസം ഉള്ളിൽ തങ്ങി നിർത്തണം. അത് കഴിഞ്ഞ് അതേ ഇടവേളയിൽ ഒരു ദീർഘനിശ്വാസം ചെയ്യണം. എത്രത്തോളം സമയം അപ്രോക്സിമേറ്റ്ലി എടുത്താണോ ആ ശ്വാസം ഉള്ളിലേക്ക് എടുത്തത്, അത്രയും സമയം കൊണ്ട് അത് പുറത്തേക്ക് വിടണം. സാവധാനം ക്രമമായി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു നിമിഷ നേരം ആ ശ്വാസം ഉള്ളിൽ തങ്ങി നിർത്തുക. പിന്നീട് അതേപോലെ ഒരു ദീർഘനിശ്വാസമായി അത് വെളിയിലേക്ക് വിടുക. ഈ പ്രക്രിയ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. രാവിലെ നിങ്ങളുടെ ഡ്രീം എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഇതാണ്. 12 തവണ ഈ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത് വച്ചിരിക്കുന്നതായ നിങ്ങളുടെ ഡ്രീം ബുക്ക് എടുത്ത് നിങ്ങൾ എഴുതിയിട്ട ഡ്രീം ഒരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഡേ ടു ഡേ റൂട്ടീൻസിലേക്ക് പോകാം. ഇതിങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഡ്രീം ആദ്യം ഡിഫൈൻ ചെയ്യണം, പിന്നീട് അത് എഴുതിയിടണം, പിന്നീട് നിത്യവും രാവിലെയും വൈകിട്ടും അത് വായിക്കണം. പിന്നീട് ഈ ബ്രീത്തിങ് എക്സർസൈസ് പരിശീലിക്കാൻ തുടങ്ങുക. ബ്രീത്തിങ് എക്സർസൈസ് 12 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഡ്രീം ബുക്ക് എടുത്ത് നിങ്ങൾ എഴുതിയിട്ട ഡ്രീം ഒരു 4 പ്രാവശ്യം വായിക്കുക.